നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. വോട്ടെണ്ണാൻ ഇനി പരിമിതമായ ദിവസങ്ങൾ മാത്രം അവശേഷിക്കുന്നു. മെയ് 4-ാം തീയതി കേരളം ആര് ഭരിക്കും എന്നുള്ളത് മെയ് 4-ാം തീയതി ഒരു 10 മണിയോടുകൂടി അറിയാൻ സാധിക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വെളിപ്പെടുത്തുന്നത്. വോട്ടെണ്ണൽ തുടങ്ങി ഏതാണ്ട് 10 മണിയോടകം തന്നെ കേരളത്തിൽ കക്ഷികളുടെ ഭൂരിപക്ഷ നില അറിയാൻ സാധിക്കും. കേരളം ഇടത്തേക്ക് ചരിയുമോ വലത്തേക്ക് ചരിയുമോ അതോ ഇനി ഏതെങ്കിലും തരത്തിലുള്ള അത്ഭുതങ്ങൾ കാണിച്ച് BJP താമര വിരിയിക്കുമോ എന്നുള്ളതെല്ലാം കണ്ടറിയാം. എന്തായാലും ഇടതുപക്ഷത്തിനാണോ അല്ലെങ്കിൽ വലതുപക്ഷത്തിനാണോ ഭരണം എന്നുള്ളത് മെയ് 4-ാം തീയതി 10 മണിക്കുള്ളിൽ കാര്യങ്ങൾ കൃത്യമായി അറിയാൻ സാധിക്കും എന്നാണ് പറയാൻ കഴിയുക. എന്നാൽ ഇതിനിടയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളായി മത്സരിച്ചവർ പലരും ഇടതിലും വലതിലും ശുഭപ്രതീക്ഷയോടുകൂടി കഴിയുന്നു. എന്നാൽ ഇക്കുറി സ്ഥാനം കിട്ടാതിരുന്ന പല പ്രമുഖരിൽ ഒരാളാണ് UDF-ൽ നിന്നും കഴിഞ്ഞ തവണ 2021 വർക്കലയിൽ മത്സരിച്ച BRM ഷെരീഫ്. അഡ്വക്കേറ്റ് BRM ഷമീർ 2021 വർക്കലയിൽ നിന്നും മത്സരിക്കുകയായിരുന്നു. എന്നാൽ ഇക്കുറി അദ്ദേഹത്തിന് തീർച്ചയായും നിയമസഭയിലേക്ക് മത്സരിക്കാൻ സീറ്റ് കിട്ടും എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം മത്സര രംഗത്തേക്ക് വന്നിരുന്നത്. എങ്കിലും അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയില്ല. 10 വർഷക്കാലമായി കോൺഗ്രസിന് ഭരണമില്ലാതെ കോൺഗ്രസ് നിശബ്ദമായി പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ ചാനൽ ചർച്ചകളിലേക്ക് ആളെ കിട്ടാതെ വരുന്ന സന്ദർഭമുണ്ടായിരുന്നു കോൺഗ്രസിൽ നിന്ന്. ഇടതുപക്ഷത്തിന്റെ വീറോട് കൂടിയ വാശിയേറ് കൂടിയ ചോദ്യങ്ങൾക്കും തർക്ക വിതർക്കങ്ങൾക്കുമെല്ലാം ചാനൽ ചർച്ചകളിൽ പങ്കെടുത്ത് UDF-ന്റെ കോൺഗ്രസിന്റെ മുഖമായി നിന്നുകൊണ്ട് കൃത്യമായി കോൺഗ്രസിന്റെ ന്യായീകരണങ്ങൾ കൃത്യമായി എതിരാളികൾക്ക് നേരെ വെടിയുണ്ട പോലെ തൊടുത്തിരുന്ന അഡ്വക്കേറ്റ് BRM ഷമീർ ചാനൽ ചർച്ചകളിൽ കോൺഗ്രസിന്റെ മുഖം തന്നെയായിരുന്നു. എന്നാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ സീറ്റ് കിട്ടും എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെയും UDF-ലെ പല ആളുകളുടെയും പ്രതീക്ഷ. എന്നാൽ അതുണ്ടായില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അഡ്വക്കേറ്റ് BRM ഷമീർ ഒരു FB കുറിപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇനി താൻ വിശ്രമിക്കട്ടെ, പഴയ പണി തുടരട്ടെ എന്നാണ് പറഞ്ഞത്. പഴയ പണി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വക്കീൽ കുപ്പായം അദ്ദേഹം വീണ്ടും എടുത്തണിയുകയായിരുന്നു. 2021 അദ്ദേഹം വർക്കലയിൽ മത്സരിച്ചിരുന്നെങ്കിലും പിന്നീട് വർക്കലയിൽ ചില രാഷ്ട്രീയ സമവാക്യങ്ങൾ സാമുദായിക സമവാക്യങ്ങൾ മാറി മറിഞ്ഞതിനാൽ അദ്ദേഹം പിന്നീട് നെടുമങ്ങാടിലേക്ക് മാറാൻ ഉദ്ദേശിക്കുകയായിരുന്നു. അവിടെ കേന്ദ്രീകരിച്ച് അദ്ദേഹം പ്രവർത്തിക്കുകയായിരുന്നു. എന്നാൽ നെടുമങ്ങാട് പ്രശാന്തിനാണ് സീറ്റ് കൊടുത്തത്. പ്രശാന്ത് കോൺഗ്രസിൽ നിന്നും പിന്നീട് CPM-ലേക്ക് എത്തി. അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും സ്വർണ്ണക്കൊള്ളയെ തുടർന്നുണ്ടായ വിവാദങ്ങളിൽപ്പെട്ട് അദ്ദേഹം അവിടെ നിന്നും മാറുകയായിരുന്നു. എന്നാൽ നെടുമങ്ങാടിലും ഇപ്പോൾ BRM ഷമീറിന് സീറ്റ് കിട്ടുന്നില്ല. CPM-ൽ നിന്നും പിണങ്ങിപ്പിരിഞ്ഞു പോന്ന മീനാംഗകുമാറിനാണ് അവിടെ നെടുമങ്ങാടിൽ കോൺഗ്രസ് സീറ്റ് കൊടുത്തത്, UDF സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നത്. ഇതിൽ കടുത്ത പ്രതിഷേധം BRM ഷമീറിനുമുണ്ട്, അദ്ദേഹത്തിന്റെ ക്യാമ്പുകൾക്കുമുണ്ട്. എന്നാൽ കോൺഗ്രസ് എന്ന തന്റെ പ്രസ്ഥാനത്തോട് യാതൊരു തരത്തിലും നീതികേട് കാണിക്കാതെ അദ്ദേഹം മറ്റൊരു കടുത്ത നടപടികളിലേക്ക് പോകാതെ ഇനി താൻ അല്പം വിശ്രമിക്കട്ടെ, ശാന്തമായി ഉറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ പഴയ പണിയിലേക്ക് താൻ തിരിയുന്നു, വക്കീൽ പണിയിലേക്ക് തിരിയുന്നു. ഉപജീവനം വലിയ വിഷയം തന്നെയാണല്ലോ എന്നൊക്കെ കാണിച്ചുകൊണ്ട് അദ്ദേഹം ഇട്ട കുറിപ്പും ഇപ്പോൾ വൈറലാകുന്നു. എന്തായാലും കോൺഗ്രസിൽ BRM ഷമീറിനെ പോലുള്ള ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തി വിജയം ഉറപ്പിക്കേണ്ടത് തന്നെയായിരുന്നു. എന്നാൽ BRM ഷമീറിനെ പോലുള്ള ആളുകളെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇക്കുറി കൈവിട്ടത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് സമവാക്യങ്ങളോ അതോ വർക്കലയിലും നെടുമങ്ങാടും പുതിയതായി ഉരുത്തിരിഞ്ഞിട്ടുള്ള രാഷ്ട്രീയ ജാതി വർണ്ണ വൈജാത്യങ്ങളുടെ സമവാക്യങ്ങളോ എന്തുകൊണ്ടാണെന്നറിയില്ല BRM ഷമീറിന് സീറ്റ് നിഷേധിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വക്കീൽ പണിയിലേക്ക് മടങ്ങുകയായിരുന്നു. എന്തായാലും ഇടതുപക്ഷത്തിനും പിണറായി വിജയനും നേർക്ക് നേർ നിന്നുകൊണ്ട് ചാനൽ ചർച്ചകളിൽ കോൺഗ്രസിന്റെ കൃത്യമായ നിലപാടുകൾ അറിയിച്ചിരുന്ന നിലപാടുകളുടെ രാജകുമാരൻ എന്നറിയപ്പെട്ടിരുന്ന BRM ഷെരീഫിന് ഇക്കുറി നിയമസഭയിലേക്ക് സീറ്റ് നൽകാതിരുന്നതിലൂടെ കോൺഗ്രസ് വലിയ രാഷ്ട്രീയ പാപ്പരത്തമാണ് കാണിച്ചത് എന്ന് BRM ഷമീറിന്റെ ക്യാമ്പുകൾ കൃത്യമായി തന്നെ വ്യക്തമാക്കുന്നു. എന്നാൽ ഇക്കുറി 2026
ഏതു വിധേനയും ഭരണം തിരിച്ചു പിടിക്കണം എന്നുള്ള വാശിയേറിയ മത്സരത്തോടു കൂടി വിജയ സാധ്യത മാത്രം കണക്കിലെടുത്തുകൊണ്ട് വിജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മാത്രമാണ് UDF തെരഞ്ഞെടുത്ത് കോൺഗ്രസ് തെരഞ്ഞെടുത്ത് മത്സരത്തിന് ഇറക്കിയത് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് BRM ഷമീറിന് സീറ്റ് നഷ്ടമായത് എന്നുള്ള ഒരു ന്യായീകരണം കൂടി UDF നൽകുന്നു, അല്ലെങ്കിൽ കോൺഗ്രസ് നൽകുന്നു. എന്തായാലും തൻ്റെ വക്കീൽ പണിയിലേക്ക് വക്കീൽ കുപ്പായം ഇട്ടുകൊണ്ട് വീണ്ടും വർക്കല കോടതിയിലേക്ക് നീങ്ങിയിരിക്കുന്നു BRM ഷമീർ. എന്താണ് ഇനിയും ഇക്കാര്യത്തിൽ സംഭവിക്കുക എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കോൺഗ്രസിൽ പൂർവാധികം ശക്തിയോടുകൂടി BRM ഷമീറിനെ തിരിച്ചു കൊണ്ടുവരുമോ? കോൺഗ്രസിന് അഥവാ 2026 ഭരണം കിട്ടുകയാണെങ്കിൽ BRM ഷമീറിനെ സ്തുത്യർഹമായ താക്കോൽ സ്ഥാനങ്ങളിൽ കോൺഗ്രസ് അവരോധിക്കുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കാം.